നിർമ്മാതാക്കളുടെ സംഘടനയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. മത്സരിക്കണമെങ്കിൽ 3-ൽ കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിക്കണമെന്ന് വരണാധികാരി സാന്ദ്ര തോമസിനെ അറിയിച്ചു. എന്നാൽ ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമായി 3-ൽ കൂടുതൽ ചിത്രങ്ങൾ താൻ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് സാന്ദ്ര തോമസും വാദിച്ചു. തുടർന്ന് നിർമ്മാതാവ് സുരേഷ് കുമാറും സാന്ദ്ര തോമസും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. അയാൾ ഇവിടെ 4 പടവേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ 10 പടം ചെയ്തില്ല എന്നല്ലോ. എല്ലാവരും ഇരിക്കുന്നത് ഇവര് തന്നെയല്ലേ? സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷൻ്റെ രജിസ്റ്റേർഡ് ആണ് എൻ്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല എന്നോടുള്ളൊരു അനീതിയാണ് ഈ കാണിക്കുന്നത്. നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇത് ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. സിയാദ് കോക്കറിന്റെയും ഒപ്പം സുരേഷ് കുമാറിന്റെയും ഗുണ്ടായിസമാണ് സംഘടനയിൽ നടക്കുന്നത് എന്നും കൂടി സാന്ദ്ര തോമസ് പറയുന്നു. പത്രിക തള്ളിയത് നിയമപരമായി നേരിടും എന്ന സാന്ദ്ര തോമസിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, സാന്ദ്ര പ്രതിഷേധിക്കുന്നു. കൈ ചൂണ്ടിയൊക്കെ സുരേഷ് കുമാർ സംസാരിക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇങ്ങനെയൊരു സീൻ അവിടെ ഉണ്ടായത് ഈ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടാണ്. ഈ ബൈലോ പ്രകാരം 3 സിനിമകൾ ഉണ്ടാകണം, ബാനറിന്റെ കാര്യം അതിൽ പറയുന്നില്ല എന്ന് സാന്ദ്ര തോമസ് അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണോ? എങ്ങനെയായിരിക്കും നിയമപരമായി ഇനി സാന്ദ്ര തോമസ് മുന്നിലേക്ക് പോവുക? ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനത്തേക്കാണ് സാന്ദ്ര തോമസ് പത്രിക നൽകിയത്. പ്രസിഡന്റ്, ട്രഷറർ, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ്. ഇതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും നൽകിയ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളിയത്. അത് ബൈലോ പ്രകാരമുള്ള നടപടിയല്ല ഉണ്ടായത്. കടുത്ത അനീതി തന്നോട് കാണിച്ചു. വരണാധികാരി നിഷ്പക്ഷമായി പെരുമാറിയില്ല എന്നതാണ് സാന്ദ്ര തോമസ് പറയുന്നത്. നിയമപരമായി നീങ്ങുമെന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ വരണാധികാരി പറഞ്ഞത് സാന്ദ്രയുടെ പേരിൽ 2 സിനിമകളാണുള്ളത്. 3 സിനിമകൾ സെൻസർ ചെയ്തെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ സാന്ദ്ര അതിനെ വിമർശിക്കുന്നത് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് 3 സിനിമകൾ എന്നാണ്. അത് ശരിയാണ്. പക്ഷേ ഏത് ബാനർ എന്ന കാര്യം ബൈലോയിൽ പറഞ്ഞിട്ടില്ല. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഭാഗമായി 7 സിനിമകൾ താൻ നിർമ്മിച്ചിട്ടുണ്ട്. അത് തന്റെ പേരിലാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ഉള്ളത്. പിന്നീട് 2 സിനിമകൾ തന്റെ പേരിലുണ്ട്. അങ്ങനെ 9 സിനിമകൾ തന്റെ പേരിൽ ഇതുവരെ സെൻസർ ചെയ്തിട്ടുണ്ട് എന്ന് സാന്ദ്ര ബൈലോ എടുത്ത് പറയുന്നു. ബാനർ എന്ന കാര്യം ബൈലോയിൽ പറയാതിരിക്കുകയും വരണാധികാരി അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് മറ്റു താല്പര്യങ്ങൾ കൊണ്ടാണ് എന്നതാണ് സാന്ദ്ര ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നിയമപരമായി തന്നെ സാന്ദ്ര നീങ്ങുന്നു. ഇത് ഏത് തരത്തിൽ മത്സരിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണണം. കാരണം ഓഗസ്റ്റ് 14-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുള്ളിൽ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വരുമോ എന്നുള്ളതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വാക്കുതർക്കവും നേർക്കുനേരുള്ള ഏറ്റുമുട്ടലും ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഗുണ്ടകളെ പോലെ പെരുമാറുന്നു എന്നാണ് സാന്ദ്ര അതിനെക്കുറിച്ച് പറഞ്ഞത്. സിനിമ ചെയ്തു വന്ന് മത്സരിക്കൂ എന്നതാണ് ഈ ബി രാഗേഷും സുരേഷ് കുമാറും അടക്കം ഈ സൂക്ഷ്മ പരിശോധന വേളയിൽ ഹോളിനകത്ത് വെച്ച് പറയുകയും ചെയ്തത്. ശരി റിയ, പലപ്പോഴും സാന്ദ്ര ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാ വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. പത്രിക തള്ളിയിരിക്കുന്നു. കടുത്ത അനീതിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. നിയമ നടപടികളുമായിട്ട് മുന്നിലേക്ക് പോകുമെന്നും സാന്ദ്ര അറിയിക്കുന്നുണ്ട്. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.